തിരുവനന്തപുരത്തെ പറ്റി പറയുമ്പോൾ ഇവിടുത്തെ പ്രതിമകളെക്കുറിച്ച് പലരും ഓർക്കും. പ്രത്യേകിച്ച് പുറത്തു നിന്ന് സന്ദർശിക്കാനായി തിരുവനന്തപുരത്ത് എത്തുന്നവർ ഇതൊരു പ്രതിമകളുടെ നഗരമായിട്ട് അവർ തിരുവനന്തപുരത്തെക്കുറിച്ച് അനുസ്മരിക്കാറുണ്ട്. എന്നാൽ ഒന്ന് ഓർക്കണം, ഈ പ്രതിമകളൊക്കെ വന്നിട്ട് അധിക കാലമായില്ല. ആദ്യമായിട്ട് ഒരു പൊതുസ്ഥലത്ത് ഒരു പ്രതിമ വരുന്നത് സ്റ്റാച്യു ജംഗ്ഷൻ എന്ന് ഇന്ന് അറിയുന്ന, പണ്ട് പുത്തൻ കച്ചേരി എന്ന് ജനങ്ങൾ പറഞ്ഞിരുന്ന സെക്രട്ടേറിയറ്റ് നിലകൊള്ളുന്ന സ്ഥലത്ത് ആണ്. ആദ്യമായിട്ട് വന്ന പ്രതിമ സർ ടി മാധവറാവുവിൻ്റേതാണ്. നമുക്കൊക്കെ അറിയാം, സർ ടി മാധവറാവു അതിപ്രഗത്ഭനായ ഭരണാധികാരിയായിരുന്നു. അദ്ദേഹം ദിവാനായിരുന്നത് ആയില്യം തിരുനാൾ രാമവർമ്മയുടെ ഭരണകാലത്താണ്. അദ്ദേഹം ദിവാനായിട്ടല്ല തിരുവനന്തപുരത്ത് വരുന്നത്. തിരുവനന്തപുരത്ത് രാജകുമാരന്മാരെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന അധ്യാപകൻ എന്ന നിലയിലാണ് വരുന്നത്. രാജകുമാരന്മാർ എന്ന് പറഞ്ഞാൽ ആയില്യം തിരുനാൾ രാമവർമ്മയും വിശാഖം തിരുനാൾ രാമവർമ്മയും. അവർക്ക് 2 സഹോദരന്മാർ കൂടിയുണ്ട്. ഈ 2 പേർക്കും ഭരണാധികാരം നിഷേധിക്കപ്പെടുകയാണ് ഉണ്ടായത്. ബുദ്ധിസ്ഥിരത ഇല്ല എന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ. അപ്പോൾ ഈ 4 രാജകുമാരന്മാരെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് മാധവറാവു തിരുവനന്തപുരത്ത് വരുന്നത്. എന്നാൽ മാധവറാവു തിരുവനന്തപുരത്തെ രാജകുടുംബത്തിന് വളരെ സുപരിചിതനായിരുന്നു. അതിന് കാരണമുണ്ട്. മാധവറാവുവിൻ്റെ പിതാവും മാധവറാവുവിൻ്റെ പിതൃ സഹോദരനും നേരത്തെ തിരുവിതാംകൂറിലെ ദിവാന്മാരായിരുന്നു. ഇവരെല്ലാവരും ഈ തഞ്ചാവൂരിനടുത്തുള്ള കുംഭകോണം സ്വദേശികളാണ്. എന്നാൽ ഇവർ മറാഠ വംശജരാണ്. ഇവിടെ ഒരു കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. മറാഠ വംശജർ ഒരു കാലത്ത് തെക്കേ ഇന്ത്യയിലെ തഞ്ചാവൂർ പ്രദേശങ്ങൾ ഭരിക്കുകയുണ്ടായി. അവിടെ നടന്ന ഒരു അരാജകത്വത്തിൻ്റെ നാളുകളിലാണ് ഈ മറാഠ രാജാക്കന്മാർ, അവരെ ശരഭോജി രാജാക്കന്മാർ എന്നും പൊതുവെ പറഞ്ഞിരുന്നു, അവർ അവിടുത്തെ ഭരണാധികാരികൾ ആവുന്നത്. അവരോടൊപ്പം ഈ മറാഠ ബ്രാഹ്മണരായിട്ടുള്ള കുറച്ചധികം ആളുകൾ അവരോടൊപ്പം ഈ തഞ്ചാവൂരിലേക്കും കുംഭകോണത്തേക്കും കുടിയേറുകയുണ്ടായി. അവർ ക്രമേണ ഇവരുടെ ഉപദേഷ്ടാക്കളായിട്ടും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരായിട്ടും ഒക്കെ അവർ മാറി. അവർ നന്നായിട്ട് ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യുന്നവരായതുകൊണ്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഇവരോട് പ്രത്യേകിച്ച് താല്പര്യമായിരുന്നു. അന്നത്തെ കാലത്ത് നാട്ടുരാജ്യങ്ങളുടെ ദിവാന്മാരെ നിയോഗിച്ചിരുന്നത് റെസിഡൻ്റന്മാരായിരുന്നു. അതായത് നാട്ടുരാജ്യത്തിൻ്റെ മേൽനോട്ട ചുമതലയുള്ള ബ്രിട്ടീഷ് റെസിഡൻ്റാണ് ഈ ദിവാനെ നിയമിക്കുന്നത്. അതിന് കാരണമുണ്ട്. ദിവാൻ ഒന്നാമതായിട്ട് ആൻസറബിൾ ആയിരിക്കുന്നത്, അല്ലെങ്കിൽ കാര്യങ്ങൾ ഉത്തരം ബോധിപ്പിക്കേണ്ടത്, വിശദീകരണങ്ങൾ നൽകേണ്ടത് റെസിഡൻറ്റിനോടാണ്. രാജാവെന്ന് പറഞ്ഞാൽ ഒരു ഗ്ലോറിഫൈഡ് പൊസിഷനാണ്. പക്ഷേ ഈ പറയുന്ന അധികാരമൊന്നും രാജാവിന് ഇല്ല. എന്നാൽ ഇതിന് വിരുദ്ധമായി ചില രാജാക്കന്മാർ അധികാരം ഉപയോഗിച്ചിരുന്നു. അതിലൊരാളായിരുന്നു തിരുവിതാംകൂറിലെ ഭരണാധികാരിയായ ആയില്യം തിരുനാൾ രാമവർമ്മ. ഏതായാലും ആയില്യം തിരുനാൾ രാമവർമ്മയ്ക്ക് അദ്ദേഹത്തിൻ്റെ അധ്യാപകനായ സർ ടി മാധവറാവുവിനോട് വലിയ കടപ്പാടുണ്ടായിരുന്നു. അദ്ദേഹത്തെ രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ വളരെ നിർണായകമായ പങ്ക് വഹിച്ച ആളാണ് ഈ ഗുരുനാഥനെന്ന് അദ്ദേഹം സമ്മതിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ അദ്ദേഹത്തെ ദിവാനായിട്ട് എടുത്തു. ദിവാനായ മാധവറാവു അദ്ദേഹം വലിയ പരിഷ്കാരങ്ങളാണ് വരുത്തിയത്. അദ്ദേഹം പ്രധാനമായിട്ട് ഇവിടുത്തെ ഈ റോഡുകളെ പരിഷ്കരിക്കുക, അതാണ് അദ്ദേഹം ഒന്നാമതായിട്ട് ചെയ്തത്. അദ്ദേഹം ഒരു നെടുമങ്ങാട് ശുരുളക്കോട് റോഡ്, NS റോഡ് എന്ന് പറഞ്ഞിട്ടൊരു റോഡ് അദ്ദേഹം നിർമ്മിക്കുകയും അത് സമയബന്ധിതമായി പൂർത്തിയാക്കുകയും ചെയ്തു. അദ്ദേഹമാണ് ഒരർത്ഥത്തിൽ ആധുനിക തിരുവനന്തപുരത്തിൻ്റെ സൃഷ്ടാവ്
എന്ന് പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആധുനിക തിരുവിതാംകൂറിൻ്റെ ഒരു ശില്പിയെങ്കിലും ആയിട്ട് നമുക്ക് അദ്ദേഹത്തെ പറയേണ്ടി വരും. അദ്ദേഹമാണ് ഈ തിരുവനന്തപുരത്ത് ഒരു ഹജൂർ കച്ചേരി വേണം എന്ന ആവശ്യം രാജാവിൻ്റെ മുമ്പിൽ സമർപ്പിക്കുന്നത്, രാജാവിനെ കൊണ്ട് അംഗീകരിപ്പിക്കുന്നത്. തുടർന്ന് സെക്രട്ടേറിയറ്റ് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് അതിൻ്റെ നിർമ്മാണം പൂർത്തിയാവുകയാണ്. വൈകാതെ അദ്ദേഹം അതിമനോഹരമായൊരു മന്ദിരം മഹാരാജാസ് കോളേജിന് വേണ്ടിയിട്ട് നിർമ്മിക്കാനായിട്ട് രാജാവിൻ്റെ അനുവാദം വാങ്ങിച്ചു കൊടുത്തു. ഇതിൻ്റെയൊക്കെ പ്രാരംഭമായിട്ട് അദ്ദേഹം ഒരു പൊതുമരാമത്ത് വകുപ്പ്, പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെൻറ്റ് വേണം എന്ന് അദ്ദേഹം ആവശ്യപ്പെടുകയും അത് സാധിച്ചെടുക്കുകയും ചെയ്തു. വില്യം ബാർട്ടൺ എന്ന് പറയുന്ന അതിസമർത്ഥനായ ഒരു ഇംഗ്ലീഷുകാരനായിരുന്നു അന്നത്തെ ചീഫ് എഞ്ചിനീയർ. ഈ വില്യം ബാർട്ടനും ടി മാധവറാവും ചേർന്നുകൊണ്ടാണ് ഈ സെക്രട്ടേറിയറ്റ് മന്ദിരം വളരെ വേഗം പൂർത്തിയാക്കുന്നു. അതുപോലെ മഹാരാജാസ് കോളേജ് പൂർത്തിയാക്കുന്നു. അതിനെ തുടർന്ന് നേപ്പിയർ മ്യൂസിയം അത് പൂർത്തിയാക്കുന്നു. ഇവർ തന്നെയാണ്, ഇവരുടെ ഭരണകാലത്ത് തന്നെയാണ് ജനറൽ ഹോസ്പിറ്റലും നിർമ്മിക്കുന്നത്. ഈ 4 മന്ദിരങ്ങൾ വന്നതോടുകൂടിയാണ് തിരുവനന്തപുരം എന്ന് പറയുന്നത് ഒരു ക്ഷേത്ര നഗരം എന്ന് നിലവിട്ടിട്ട് ഒരു രാജകീയ തലസ്ഥാനമായിട്ട് അത് മാറുന്നത്. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ ആണെങ്കിലും മാധവറാവും രാജാവും തമ്മിലുള്ള ആ കെമിസ്ട്രി പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോകുന്നു. രാജാവിനേക്കാൾ കൂടുതൽ പ്രാധാന്യം മാധവറാവുവിന് ലഭിക്കുന്നതായിട്ട് രാജാവ് തിരിച്ചറിയുന്നു. രാജാവ് ഇതിൽ അരിശം കൊള്ളുന്നു. രാജാവ് നിസ്സാരമായ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് മാധവറാവുവിനെ മാറ്റുകയും പകരം മറ്റൊരാളിനെ ശേഷയ്യ ശാസ്ത്രികളെ അദ്ദേഹം ദിവാനായിട്ട് നിയമിക്കുകയും ചെയ്യുകയാണ്. മാധവറാവു വളരെ ഒരു പ്രതീക്ഷിക്കാത്ത സന്ദർഭത്തിലുള്ള ഈ പിരിച്ചുവിടൽ അദ്ദേഹത്തിനെ സ്വാഭാവികമായി ഖേദിപ്പിച്ചു. അദ്ദേഹം പക്ഷേ അന്നത്തെ കാലമാണ്, പ്രതിഷേധിക്കാനൊന്നും നിവൃത്തിയില്ല, അദ്ദേഹം മടങ്ങിപ്പോയി. ഇത് കണ്ടിട്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രിയ സുഹൃത്തായ കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ അദ്ദേഹത്തിൻ്റെ മനോഹരമായൊരു പ്രതിമ തിരുവനന്തപുരത്ത് സ്ഥാപിക്കാനായിട്ട് തീരുമാനിക്കുന്നത്. പൊതുജനങ്ങളിൽ നിന്ന് പിരിവെടുത്തിട്ട് ഒരു പ്രതിമ സ്ഥാപിക്കാനുള്ള അനുവാദം രാജാവിൽ നിന്ന് ആദ്യം അദ്ദേഹം വാങ്ങിച്ചു. കാര്യമായ സംഭാവനകൾ പൊതുജനങ്ങളിൽ നിന്ന് കിട്ടിയില്ല. അതിൻ്റെ ലയൺ ഷെയറും കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ തന്നെയാണ് എടുത്തത്. അങ്ങനെ പ്രതിമ ലണ്ടനിലെ സ്കൂൾ ഓഫ് ആർട്സിലെ ശില്പിയായ എഡ്വേർഡ് ലൻറ്റാരി എന്ന വ്യക്തിയെ കൊണ്ട് അദ്ദേഹം ഉണ്ടാക്കിച്ചു. അത് കപ്പലിൽ തിരുവനന്തപുരത്ത് എത്തിച്ചു. അത് കഴിഞ്ഞ് കൂട്ടി യോജിപ്പിച്ചു. അത് സ്റ്റാച്യുവിൽ നിർമ്മിച്ചു. വളരെ ഉചിതമായൊരു സ്ഥാനമാണ്. കാരണം അദ്ദേഹം നിർമ്മിച്ച സെക്രട്ടേറിയറ്റിലേക്ക് അദ്ദേഹം നോക്കിക്കൊണ്ട് നിൽക്കുന്നു. അങ്ങനെ ആ പ്രതിമ യാഥാർത്ഥ്യമായി. ആ പ്രതിമ അവിടെ വരുന്നതിൽ രാജാവ് വിരോധമൊന്നും പറഞ്ഞുമില്ല. അത് കഴിഞ്ഞ് പിന്നെ രണ്ടാമതായിട്ട് തിരുവനന്തപുരത്ത് പൊതുസ്ഥലത്ത് വരുന്ന പ്രതിമ എന്ന് പറയുന്നത് വളരെ വർഷങ്ങൾക്ക് ശേഷം 1936 ക്ഷേത്രപ്രവേശന വിളംബരം വരുന്നു. അതിനെ അനുസ്മരിക്കാനായിട്ട് ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയുടെ പ്രതിമ കോട്ടയ്ക്കകത്ത് തെക്കേ തെരുവിൽ വരികയാണ്. DP റോയ് ചൗധരി എന്ന വിഖ്യാതനായ ശില്പി, അദ്ദേഹം തമിഴ്നാട്ടിലെ മദ്രാസിലെ സ്കൂൾ ഓഫ് ആർട്സിൻ്റെ ശില്പിയാണ്, പ്രിൻസിപ്പലുമായിരുന്നു. അദ്ദേഹമാണ് ആ പ്രതിമ അവിടെ നിർമ്മിച്ചത്. ഓർക്കണം, അതിലെ കണ്ണുകളിലെ കൃഷ്ണമണി ഇന്ദ്രനീല കല്ലുകൾ ഉറപ്പിക്കുകയാണ് ചെയ്തത്. അതിന് ഉത്തരേന്ത്യയിലെ ഒരു മഹാരാജാവിനെ കൊണ്ടുവന്നിട്ടാണ് ആ പ്രതിമ ഉദ്ഘാടനം ചെയ്യിപ്പിച്ചത്. പക്ഷേ അതിലെ ആ ഇന്ദ്രനീല കല്ലുകളൊക്കെ പിൽക്കാലത്ത് മോഷണം പോയി. എങ്കിലും തിരുവനന്തപുരത്തെ മനോഹരമായ പ്രതിമകളിലൊന്നാണ് എന്ന് ഉറപ്പിച്ച് നമുക്ക് പറയാൻ കഴിയും റോയ് ചൗധരിയുടെ നിർമ്മിച്ച ഈ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയുടെ പ്രതിമ. പിന്നെ കുറേ കാലം കഴിഞ്ഞിട്ടൊരു പ്രതിമ വരുന്നത്, പിന്നെ 2 പ്രതിമകൾ വന്നു. അതിലൊരു പ്രതിമ അമ്മ മഹാറാണി എന്ന് ഔദ്യോഗികമായി തന്നെ പറയാറുള്ള ജൂനിയർ പ്രിൻസസ് സേതു പാർവതി ബായിയുടെ ഒരു പ്രതിമ, മാർബിൾ പ്രതിമയാണ്. ഒബ്സർവേറ്ററി ഹിൽസിലാണ് അത് സ്ഥാപിച്ചത്. അതുപോലെ തന്നെ CP രാമസ്വാമി അയ്യരുടെ ഒരു അർത്ഥകായ പ്രതിമ തമ്പാനൂരിലും സ്ഥാപിക്കുകയുണ്ടായി. പക്ഷേ 2 പ്രതിമകളും പിൽക്കാലത്ത് തകർക്കപ്പെടുകയാണ് ചെയ്തത്. 1970കളിലാണ്
സേതു പാർവതിബായിയുടെ പ്രതിമ തകർക്കപ്പെട്ടതെങ്കിൽ 1948 തന്നെ അല്ലെങ്കിൽ 47 അവസാനം തന്നെ സി പി രാമസ്വാമി അയ്യരുടെ അർത്ഥകായ പ്രതിമ തകർക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത്രമാത്രം ജനങ്ങളുടെ ഒരു പ്രതിഷേധത്തിന് ഈ രണ്ടുപേരും പാത്രങ്ങളായി എന്നുള്ളതിന് കാരണങ്ങൾ പലതുണ്ടാവാം. അതിലേക്ക് ഞാനിപ്പോൾ കടക്കുന്നില്ല. പിന്നീട് വന്ന ഒരു പ്രതിമ എന്ന് പറയുന്നത്, ഇതിനിടയ്ക്ക് ചിത്രതിരുനാളിൻ്റെ ഒരു അർത്ഥകായ പ്രതിമ തിരുവനന്തപുരത്തെ മ്യൂസിയത്തിൽ ഉണ്ടായിരുന്നു. അതുപോലെ ചിത്രതിരുനാളിൻ്റെ അർത്ഥകായ പ്രതിമ വേറെയും പലയിടത്തും രാജമന്ദിരങ്ങളിൽ ഉണ്ടായിരുന്നു. എന്നാൽ പിന്നെ ഒരു പൂർണ്ണകായ പ്രതിമ നമ്മൾ കാണുന്നത് വേലുത്തമ്പി ദളവയുടെ പ്രതിമയാണ്.